നിങ്ങളുടെ മകൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. മകളെയും മകളുടെ കൂട്ടുകാരെയും ഒക്കെ പിടികൂടിയത് ഒരു ലോഡ് രാസലഹരിയുമായി. പിന്നെ കേസും നടപടിയിലേക്ക് വന്ന് പോകാതിരിക്കാൻ കുറച്ച് ക്യാഷ് ചെലവുണ്ട്. ചെവി അറിയാതെ ഈ കേസ് ഒതുക്കി തരാം, ഇല്ലെങ്കിൽ മകളുടെ ഭാവിയൊക്കെ എന്താകുമെന്ന് അറിയാലോ. കോളേജിൽ പോയ മകളുടെ ലീലാവിലാസങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മയ്ക്ക് എത്തിയത് ഞെട്ടിക്കുന്ന ഫോൺ കോൾ. എന്നാൽ ഒരു നിമിഷം ഞെട്ടിയ വീട്ടമ്മ തൻ്റെ മനക്കരുത്ത് വീണ്ടെടുത്ത തന്ത്രം പ്രയോഗിച്ചതോടെ പൊളിഞ്ഞുപോയത് വ്യാജ CBI ഉദ്യോഗസ്ഥൻ്റെ സ്കെച്ചും പ്ലാനും. കോട്ടയത്താണ് സംഭവം. കോളേജ് വിദ്യാർത്ഥിനിയായ മകളെയും ആൺ സുഹൃത്തുക്കളെയും 1 കിലോ ലഹരി മരുന്നുമായി പിടികൂടിയെന്നും രക്ഷിക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം വീട്ടമ്മയ്ക്ക് ഒരു വ്യാജൻ്റെ ഫോൺ കോൾ എത്തിയത്. CBI ഉദ്യോഗസ്ഥനെന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. തുടർന്ന് വീട്ടമ്മയോട് തൻ്റെ മകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞു പണം ആവശ്യപ്പെട്ടു. എന്നാൽ വീട്ടമ്മയുടെ അവസരോചിതമായ ഇടപെടൽ കാരണം വ്യാജ CBI ഉദ്യോഗസ്ഥൻ്റെ തന്ത്രം പൊളിഞ്ഞു. ചങ്ങനാശ്ശേരി സ്വദേശിയായ വീട്ടമ്മയ്ക്കാണ് ഇക്കഴിഞ്ഞ നാളിൽ വാട്സപ്പ് കോളിലൂടെ ഭീഷണി സന്ദേശം എത്തിയത്. ചങ്ങനാശ്ശേരിയിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഇവരുടെ മകൾ. ഭർത്താവിൻ്റെ പേര് ചോദിച്ചാണ് വീട്ടമ്മയ്ക്ക് ഫോൺ കോൾ വരുന്നത്. തുടർന്ന് വിദ്യാർത്ഥിനിയുടെ പേര് പറഞ്ഞതിന് പിന്നാലെ ഇന്ന കുട്ടിയുടെ അമ്മയല്ലേ എന്നായിരുന്നു ചോദ്യം. അതെ, അത് തൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ ഈ നമ്പർ തന്ന മകളും 3 സുഹൃത്തുക്കളും ലഹരി മരുന്നുമായി തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നാണ് ഫോൺ വിളിച്ചയാൾ അറിയിച്ചത്. നിങ്ങളുടെ മകൾ തെറ്റുകാരി അല്ലെന്നും പക്ഷേ അവളെ രക്ഷിക്കണമെങ്കിൽ പണം വേണമെന്നുമായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടത്. പണം നൽകാൻ തയ്യാറല്ലെങ്കിൽ ഇവരെ ഇപ്പോൾ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. സംഭവം കേട്ട് വീട്ടമ്മ ആദ്യമൊന്നും ഞെട്ടി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഫോണിലൂടെ പണം ആവശ്യപ്പെടില്ലല്ലോ എന്ന കാര്യം വീട്ടമ്മ ഓർത്തത്. താൻ തിരികെ വിളിക്കാമെന്ന് വീട്ടമ്മ പറഞ്ഞെങ്കിലും ഫോൺ കട്ട് ചെയ്യരുത്, കട്ടാക്കിയാൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണിയും. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വീട്ടമ്മ ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് ഉടൻ തന്നെ കോളേജിലേക്ക് വിളിക്കുകയും ചെയ്തു. തൻ്റെ മകൾ കോളേജിലുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് വ്യാജ കോളായിരുന്നു തനിക്ക് എത്തിയതെന്നും പണം തട്ടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും വീട്ടമ്മ മനസ്സിലാക്കിയത്. തുടർന്ന് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന് പരാതി നൽകുകയും ചെയ്തു. അപ്പോഴേക്കും വ്യാജ CBI ഉദ്യോഗസ്ഥൻ്റെ ഫോൺ കോൾ വീണ്ടും എത്തി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചിത്രമായിരുന്നു വിളിച്ച ആളുടെ വാട്സപ്പ് പ്രൊഫൈലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വീട്ടമ്മ കൈയോടെ തന്നെ ഈ വിവരങ്ങളൊക്കെ തന്നെ സൈബർ സെല്ലിന് കൈമാറി. തുടർന്ന് സൈബർ സെൽ ഇപ്പോൾ ഇദ്ദേഹത്തെ നിരീക്ഷിക്കുകയാണ്. ഇദ്ദേഹത്തെ മാത്രമല്ല, ശ്രദ്ധിക്കേണ്ടത് വ്യാജന്മാരൊക്കെ ഇപ്പോൾ പണം തട്ടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഓൺലൈൻ മാഫിയകളായിട്ടും അതുപോലെ തന്നെ വ്യാജമായി തന്നെ ഫോൺ കോളുകളായിട്ടും എല്ലാം തന്നെ പണം തട്ടാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ വളരെ ശ്രദ്ധയോടെ തന്നെ നേരിടുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.